വിളമ്പി വെച്ചോ അയ്യപ്പോ ഇതൊക്കെ ഇവിടെ വെച്ചു വെച്ചെന്നറിയില്ലേ പോയ ഏത് ഉൾക്കാണ്ടെ കൊണ്ട് ഞാൻ ഈ എന്തുവാടാ എന്തോ കാര്യം നീ പറ ഞാൻ പറഞ്ഞല്ലോ തന്നു ഇന്നെന്തോ എന്റെ പേരില്ല വേറെ ആരും അവകാശങ്ങളില്ല എന്തോന്നാ കല്ലാരി മംഗലത്തെ വസ്തുവോ 2,00,000 കുറച്ച് ഞങ്ങൾ കൊടുക്കത്തില്ല 2,50,000 രൂപ കുറച്ച് 5 പൈസ കൊടുക്കത്തില്ല ആരാ 1,00,000 വന്നേ ഏതാ ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനില്ല ഞങ്ങൾക്ക് 2,50,000 രൂപയാണെങ്കിൽ കൊടുക്കും സെന്റിന് 1,00,000 രൂപ പോലും ആരെയൊക്കെ വിട്ടിരിക്കുന്നത് അല്ല ഓടെ 2,00,000 രൂപ കുറച്ച് കൊടുക്കത്തില്ല ഒരു സെന്റിന് 2,00,000 രൂപ ഒരു പവനെ 1,50,000 രൂപയാണ് ഒരു പവൻ വാങ്ങിക്കാം നിങ്ങൾ കയറണ്ട അവിടെ ഇരുന്നാൽ മതി നീ അവിടെ നിന്നാൽ മതി ഞങ്ങൾ കൊടുക്കത്തില്ല ഞങ്ങളുടെ വസ്തു അന്നപ്പുറം ഇല്ല സെന്റിന് 2,00,000 കുറച്ച് ഒരു പൈസ നയാ പൈസ കൊടുക്കത്തില്ല ഒരു പവൻ വേണമെങ്കിൽ 1,50,000 രൂപ വേണം നീ ചെല്ല് ഞാൻ നിന്റെ ഒന്നും കാര്യം ഞങ്ങൾക്ക് കേൾക്കണ്ട ഓടിച്ചെല്ല് 1,00,000 ഏതാ ഞാൻ ചുമ്മാ എടുപ്പിക്കല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പോരണ്ട അവിടെ കിടന്നോട്ടെ അയ്യയുടെ മകനെ 2,50,000 രൂപ ഒരു സെന്റിന് കിട്ടാതെ നിങ്ങൾ കൊടുക്കത്തില്ല നീ പോ ഞങ്ങൾ അങ്ങനെ ഇപ്പഴാ സ്വർണ്ണത്തിന് വില കൂടി 2 മാസമേ ആയുള്ളൂ കേട്ടോ സ്വർണ്ണത്തിന് വില കൂടിയിട്ട് 2 മാസമേ ആയുള്ളൂ ഇത്രയും 1,50,000 രൂപയില്ല സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റില്ല 52 അതിനെന്താ ഞങ്ങൾ മുറിച്ചു കൊടുത്തോളും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്തു 2,50,000 രൂപയെ കുറച്ച് ഒരു പൈസ ഇനി ഇല്ല ഒരു പൈസ കുറച്ച് കൊടുക്കത്തില്ല 2,50,000 രൂപയെ കുറച്ച് ഒരു നയാ പൈസ കുറച്ച് കൊടുക്കത്തില്ല അങ്ങനെ പറ്റിച്ചെടുത്തോളൊക്കെ പറ്റിച്ച് ഇനി ഒരു നയാ പൈസ കുറച്ച് കൊടുക്കത്തില്ല പോ നീ പോ 2,00,000 കുറച്ച് ഒരു സെന്റിന് 2,00,000 കുറച്ച് ഒരു നയാ പൈസ കുറച്ച് കൊടുക്കത്തില്ല പവൻ ഇന്ന് ഒരു പവൻ വേണമെങ്കിൽ 1,50,000 രൂപ വേണം നീ ചെല്ല് കേട്ടോ ഞങ്ങളൊന്നും അങ്ങനെ പറ്റിക്കാന്നൊന്നും ആരും വിളിക്കാം ആരാ നിന്നെ പറഞ്ഞാൽ വിളിക്കുന്നത് പറഞ്ഞല്ലോ 2,50,000 രൂപയിൽ കുറഞ്ഞ് ഒരു 5 പൈസ 2,00,000 രൂപ ചുമ്മാ കൊടുക്കാനുണ്ടോ ഇപ്പോഴേ പവൻ നീ കടയിൽ കയറി വില വയ്യടാ ഒരു പവനെ ഞങ്ങൾക്ക് 2,00,000
അതിനോട് വാങ്ങിക്കും. ഞങ്ങൾക്ക് 2 ലക്ഷം കിട്ടണം കേട്ടോ. ഒരു പൈസ കുറച്ച് കൊടുക്കത്തില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട ഇതാ. കണ്ടവർക്കൊന്നും കൊടുക്കാനല്ല ഞങ്ങളുടെ മുതല്. ഞങ്ങൾ കണ്ടവരെ സൂക്ഷിക്കാനല്ലടാ ഞങ്ങളുടെ മുതൽ. ഇനി പറ്റിച്ചൊക്കെ ഒത്തിരി പറ്റിച്ചു. ഇനി കണ്ടവരൊന്നും കൊടുക്കാനല്ല ഞങ്ങളുടെ മുതല്. ഒത്തിരി പറ്റിച്ചെടുത്ത് ഇനിയൊന്നും ഒന്നും കൊടുക്കാനില്ല. ഇനിയിപ്പോ നീ നീവോ ഞങ്ങൾക്ക് പൈസ കൊടുക്കാനില്ല. ഞങ്ങൾക്ക് 2.5 ലക്ഷം രൂപ സെന്റിന്. അതിൽ ഒരു 5 പൈസ കുറച്ച് കൊടുക്കത്തില്ല. നീ സ്വർണ്ണവിലേ ചെന്ന് വിലപ്പിക്കാത്ത കേട്ടോ. എനിക്കങ്ങനെ ഇവിടെ ഉള്ളവരൊന്നും സംബന്ധം ഒന്നും ഉണ്ടാക്കണം. ഞങ്ങൾ രാജസ്ഥാനി ആളിനെ കണ്ടുവച്ചിട്ടുണ്ട്. രാജസ്ഥാനി കേട്ടോ. ആ നീ ചെല്ല്. കണ്ടവരൊന്നും ഞങ്ങൾക്ക് സംബന്ധം ഒന്നും ഉണ്ടാക്കണ്ട. രാജസ്ഥാനി എന്നുള്ള വക്കീലിനെ കണ്ടുവച്ചിട്ടുണ്ട്. നീ ചെല്ലേ കേട്ടോ. ആ പറയാം. അങ്ങനെ അപ്പുറമൊന്നുമില്ല. ആ നീ കണ്ടവരൊന്നും കവയുണ്ടാക്കി നടക്കണ്ട. അതിനുള്ളതല്ല നീ പഠിക്കരുത്. കണ്ടവനൊക്കെ ഒത്തിരി കയറി നിരങ്ങി. നീ ആട്ടെ ഒത്തിരി കയറി ഒത്തിരി കവകളൊക്കെ ഉണ്ടാക്കി. ഉമ്മാടെ വന്നിങ്ങനെ കവകൾ ഉണ്ടാക്കാൻ ഇവിടെ നടക്കത്തില്ല. നീ ചെല്ല്. പറഞ്ഞു കഴിഞ്ഞല്ലോ. 2.5 ലക്ഷം രൂപ ഒരു സെന്റിന്. 52 സെന്റ് സ്ഥലമാണ്. അതിൽ കുറച്ച് ഒരു 5 പൈസ കൊടുക്കത്തില്ല. ഒരു സെന്റിന് 2.5 ലക്ഷം രൂപ. അങ്ങനെ എത്ര രൂപയാ? 1.5. ആ അതിൽ കുറച്ച് കൊടുക്കത്തില്ല. എന്ന് പറഞ്ഞാലേ ഒരു പവൻ ഇപ്പം കൊണ്ടുപോട്ട് നീ നോക്കിയേ. ഒരു പവൻ വാങ്ങിച്ചു നോക്കിയേ നീ എത്ര രൂപയാവുമെന്ന് കേട്ടോ. ആ മനസ്സിലായോ? ആ 2 മാസം കൊണ്ട് കൂടിയ വിലയാ 2. നീ അങ്ങനെ പറ്റിക്കാൻ നോക്കത്തില്ല. ഒത്തിരി പറ്റിച്ച് വേറെ വല്ലതും നോക്കിയാൽ മതി. ഒത്തിരി പറ്റൊക്കെ പറ്റി. അതിന് പഠിച്ചില്ലെങ്കിലേ ബുദ്ധിയില്ലാത്തവരാ പഠിക്കാത്തവര് കേട്ടാ. നല്ലപോലെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ. ചെല്ലു നീ കണ്ടവർക്കൊന്നും കാശ് കൊടുക്കാനും കണ്ടവർക്കൊന്നും 5 പൈസ കാശ് കൊടുക്കാനുള്ളതല്ല. അത് എന്റെ വസ്തു എനിക്കുള്ളതല്ല. അത് കണ്ടവർക്കൊന്നും അല്ലത്. ഇവിടെ കയറിയാലും പഠിക്കണ്ട. എന്റെ 146 സെന്റ് സ്ഥലവും വീടും എനിക്കുള്ളതല്ല. അത് കണ്ടവരുടെ ഒന്നും അല്ല. ആ എന്നിട്ട് അറിയാമല്ലോ. ആ അറിയാവേ. ആ കണ്ടവരുടെ ഒന്നും അല്ലത്. അല്ല അത് അച്ഛന്റെ സമ്പാദ്യം എനിക്കറിയാം. അതിനകത്ത് ആർക്കും വേറെ കുഞ്ഞു വയ്ക്കാനൊക്കത്തില്ല. ആ ആരാണ്ടതൊക്കെ പറഞ്ഞ അഭിനയിക്കുക. ഈ സ്ഥലമൊക്കെ പിടിച്ചു ഒത്തിരി നോക്കി. മണ്ണുമാന്തിയല്ല പ്രമാണം മാന്താൻ നോക്കിയവൻ. അവനെ വടക്കേലെ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ പ്രമാണം ഓടെ മാന്താൻ നോക്കിയവൻ. അവൻ നോക്കി കേട്ടോ പ്രമാണം ഓടെ മാന്താൻ. കുറെ കഥയുണ്ടാക്കലായിരുന്നു. മണ്ണുമാന്തി. അവൻ ആ പ്രമാണത്തോടെ എങ്ങാണ്ട് മലപ്പുറത്തുനിന്ന് വന്നവൻ പ്രമാണത്തോടെ മാന്താൻ നോക്കിയവൻ. വന്ന് കിടക്കുക എന്റെ അടുത്തേന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുന്നെന്ന് പ്രമാണം. അടിച്ചു കയറിയതാ ഞങ്ങളുടെ പേര. അടിച്ചു കയറി 5 CCTV ക്യാമറയൊക്കെ അടിച്ച് പൊട്ടിച്ചേച്ച് അവൻ കുറെ ഗൂണ്ടാളായിട്ട് ഇവിടെ വന്നവൻ. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ആരാ? ചെറുകുടുക്കം സച്ചി ആരാ ഇവിടെ കയറാന്? ചെറുകുടുക്കം സച്ചി അവന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. അല്ലെ നാട്ടുകാരുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട ഒരാളും. നിന്റെ വീട്ടിലെ കാര്യം നീ വല്ലതും നോക്കിക്കുവോ? നിന്റെ വീട്ടിലെ കാര്യം നീ അല്ലേ നോക്കുന്നേ? ആണോ? അതുപോലെ ഇവിടുത്തെ കാര്യം ഞാനെന്ന് നോക്കാനല്ലേ എന്റെ അമ്മയുണ്ട്. കണ്ടവരൊന്നും ഞാൻ ചോദിക്കാൻ വരണ്ട. ഇവിടെ നോക്കാൻ വരണ്ട കണ്ടവരൊന്നും. അവരവരുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾ കണ്ടവരുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? അവനവരുടെ വീട്ടിലെ കാര്യം നോക്കിയിരുന്നാ മതി. കേട്ടല്ലോ നീ? 2.5 ലക്ഷം രൂപയെ കുറച്ച് ഒരു സെന്റ് സ്ഥലത്തിന് 2.5 ലക്ഷം രൂപയെ കുറച്ച് കൊടുക്കത്തില്ല. നീ ചുമ്മാ കിട്ടുന്നൊന്നുമല്ല സ്ഥലവും വസ്തുവൊന്നും. നീ ഒന്ന് വാങ്ങിക്കാൻ